ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം, അറിയണം. എന്താണെന്നറിയുമോ? കേട്ടോളിൻ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന, അതായത് ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ നാലാമത്തെ കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വൽ മർകബുൽ ഹനീഅ, ഒരു ശാന്തമായ വാഹനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വൽ മർകബുൽ ഹനീഅ, അതായത് ശാന്തമായ ഒരു വാഹനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ ആഡംബരമായ രീതിയിൽ ലഭിക്കണമെന്ന് ആരും നിങ്ങൾ വിചാരിക്കരുത്. നിന്റെ ആവശ്യത്തിന് സൗകര്യമായ രീതിയിൽ, ഇസ്റാഫില്ലാത്ത, അതായത് വലിയ ആഡംബരമില്ലാത്ത, നിന്റെ ജീവിതത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വാഹനം ലഭിക്കലാണ് ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം. വാഹനം ലഭിക്കലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വാഹനം എന്നതിന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഹനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കണോ? ഇതാ കേട്ടോളിൻ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ ഇണവസ്തുക്കളെയും സൃഷ്ടിച്ചവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് അവിടുന്ന് പറയുകയാ, എല്ലാ ഇണവസ്തുക്കളെയും സൃഷ്ടിച്ചവനായ പടച്ച റബ്ബുണ്ടല്ലോ, വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആം, നിങ്ങൾക്ക് തന്നില്ലയോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്താണ് നൽകിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, മിനൽ ഫുൽകി വൽ അൻആം, നിങ്ങൾക്ക് സവാരി ചെയ്യാൻ കപ്പലുകളെയും കാലിമൃഗങ്ങളെയും നിങ്ങൾക്ക് അല്ലാഹു ഏർപ്പെടുത്തി തന്നില്ലയോ എന്ന്. വൽ അൻആമി മാ തർകബൂൻ, നിങ്ങൾക്കത് ഏർപ്പെടുത്തി തന്നില്ലയോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, കപ്പലുകളെയും കാലിമൃഗങ്ങളെയും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഞാൻ ഏർപ്പെടുത്തി തന്നില്ലയോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുകയാണ്, പറയുകയാണ്.
ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, പണ്ട് കാലങ്ങളില് അതായത് വാഹനങ്ങളായിട്ട് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൃഗങ്ങളെയാണ്. ഒട്ടകം, കഴുത, കുതിര പോലെയുള്ള മൃഗങ്ങളെയാണ് മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അൻആം എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പരാമർശിച്ചത്. പിൻകാലത്താണ്, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, പിൻകാലത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചറബ് മനുഷ്യന് കൊടുത്ത ബുദ്ധി, കഴിവ് അനുസരിച്ചുകൊണ്ട് ആ മൃഗങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മനുഷ്യര് പിന്നീട് ഒരു ആധുനികമായ സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു, വാഹനങ്ങള്. ആ വാഹനങ്ങളാണ് ഇന്ന് നാം ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, എന്ത് തന്നെയായാലും ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ ഇവിടെ നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഖുദ്റത്ത്. ഈ വാഹനത്തിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ പോലെ വിവേക ബുദ്ധി ഇല്ലാത്ത ഒരു മൃഗത്തെ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മൃഗത്തിന്റെ യജമാനൻ, ഉടമസ്ഥൻ പറയുന്നതനുസരിച്ച് കൊണ്ട് ആ മൃഗം നീങ്ങുമ്പോൾ ആ മൃഗത്തെ അള്ളാഹു മനുഷ്യർക്ക് അധീനതപ്പെടുത്തി തന്നത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു രീതിയിലും പറഞ്ഞാലും മനസ്സിലാവാത്ത മനുഷ്യനെ പോലെ വിവേക ബുദ്ധി ഇല്ലാത്ത മൃഗം, ആ മൃഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വാഹനമായി നൽകിയെങ്കിൽ അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മൃഗത്തെ വാഹനമാക്കി അള്ളാഹു മനുഷ്യർക്ക് അധീനതപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് മനുഷ്യൻ അത് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വാഹനം എന്നത് അത് മൃഗമാണെങ്കിലും അല്ലാത്തതായാലും അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും പറഞ്ഞത് കേട്ടോളിൻ, ലിതസ്തൗ അലാ ളുഹൂരിഹി സുമ്മ തദ്കുറൂ നിഅമത റബ്ബികും ഇദാ സ്തവൈതും അലൈഹി വതഖൂലൂ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ലിതസ്തൗ അലാ ളുഹൂരിഹി, നിങ്ങൾ ആ വാഹനത്തിന്റെ മുതുകിന്മേലെ അല്ലെങ്കിൽ മുകളിന്മേൽ നിങ്ങൾ കയറിയിരിപ്പ് ഉറപ്പിച്ചതിന് ശേഷമുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഏത് വാഹനമാകട്ടെ പ്രിയപ്പെട്ടവരെ, ആ വാഹനത്തിന്റെ മുകളിൽ നിങ്ങൾ കയറി ഉറപ്പ് വരുത്തിയതിന് ശേഷമുണ്ടല്ലോ സുമ്മ തദ്കുറൂ നിഅമത റബ്ബികും, പിന്നീട് നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണേ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയ റബ്ബിനോട് നിങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യാനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ, ഇദസ്തവൈതും അലൈഹി, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, ആ വാഹനത്തിന്റെ മേലെ കയറി ശരിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു പറയുകയാ, വതഖൂലു, നിങ്ങൾ പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാം.
ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. ഇതിനെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന, ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് ആകുമായിരുന്നില്ല. ഇതിനെ ഞങ്ങൾക്ക് പാകപ്പെടുത്തി തന്ന ഞങ്ങളുടെ റബ്ബിന്റെ പരിശുദ്ധി ഞങ്ങൾ ഇതാ വാഴ്ത്തുകയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുമ്പോ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. നിശ്ചയമായും ഞങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ റബ്ബിന്മേൽ തിരിച്ചെത്തുകയും ചെയ്യുന്നവനാണെന്ന് നിങ്ങൾ പറയണമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ നിങ്ങളുടെ വാഹനം, ആ വാഹനത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ കയറിയതിന് ശേഷം, അവിടെ നിങ്ങളുടെ ഇരിപ്പ് നിങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം, അതിന്റെ ആ നിഅമത്ത്, ആ അനുഗ്രഹം മനസ്സിലാക്കി അല്ലാഹുവിനെ നിങ്ങൾ വാഴ്ത്തുകയും നന്ദി സ്തുതികീർത്തനങ്ങൾ പറയുകയും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതിനാണ് യാത്ര ചെയ്യുന്നതിനു മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ഈ ദുആ നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ എന്ന പ്രാർത്ഥന ദുആ നിങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കൽപ്പിച്ചിരിക്കുന്നത് നമ്മോട് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നാം യാത്ര ചെയ്യുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴും ദുആ ചെയ്യണം. ആ ദുആയാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തിയത്. ഈ വാഹനം എന്നത് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഈ ആയത്തിന് മുമ്പ് നമ്മൾ പാരായണം ചെയ്ത ആയത്തിൽ ഒരു വാക്കുണ്ട്, മിനൽ ഫുൽഖി എന്ന വാക്ക്. ആ വാക്ക് കപ്പലിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കപ്പൽ എന്ന് പറയുന്ന വാഹനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു വാഹനമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ കപ്പൽ ഉപയോഗിക്കാൻ ഇന്ന് സാധിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒരു കടലിന്റെ നടുഭാഗത്ത് കടലിലെ എന്താണ് ഒരു കനമുള്ള ഒരു വസ്തു നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാല് അതിന്റെ കനം കാരണം അത് താഴ്ന്നല്ലേ പോകുന്നത്. എന്നാൽ ഒരു കപ്പല് അത് കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കനമുള്ള വസ്തു തന്നെയല്ലേ, എന്തുകൊണ്ടാണ് അത് താഴോട്ട് പോകാത്തത്? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. കപ്പൽ എന്നത് എന്താണ്? ഒരു കാറ്റിന്റെ ദിശയിലൂടെ സഞ്ചരിക്കുന്ന ആ കപ്പലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹു അത് നമുക്ക് കീഴ്പ്പെടുത്തി തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് കഴിയാത്തൊരു കാര്യം അള്ളാഹു നമുക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി വാഹനമായി കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നതാണ് കപ്പൽ എന്നത്. അത് വലിയൊരു ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് കപ്പൽ നിർമ്മിച്ചത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമാണ്. പ്രിയപ്പെട്ടവരെ, കപ്പലിനെ കുറിച്ച് ആദ്യമായി അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനായിരുന്നു. അതുകൊണ്ടാണ് വാഹനമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നുകൊണ്ടല്ല, ഒന്ന് മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതൊന്നും ഉപയോഗിക്കാൻ കഴിയുകയില്ല. ഇതെല്ലാം അല്ലാഹു നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ബുദ്ധികളിൽ അല്ലാഹു ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഇതുപോലുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് ഈ വാഹനത്തിന്റെ എല്ലാം കഴിവിന്റെ ഉടമസ്ഥൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബാണ്. വാഹനത്തിലൂടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. കപ്പൽ പോലുള്ള, വിമാനം പോലുള്ള ഈ വാഹനങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് ചുമന്ന് നടക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ വാഹനം അത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ലേ കണ്ടുപിടിച്ചതെന്ന് ചില നിരീശ്വരവാദികൾ പറയും. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ വാഹനം നാം ഒന്ന് ചിന്തിക്ക്, അത് നമുക്കൊന്ന് പൊക്കിയെടുക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മെ കൊണ്ട് ഒരു രീതിയിലും പറ്റാത്ത സംഭവങ്ങള് അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി തന്നില്ലയോ? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടത്. ഈ വാഹനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിന് അതിനെ അധീനതപ്പെടുത്തി തന്ന റബ്ബിനെ നീ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹനമാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തത്തിൽപ്പെട്ട ഒരു വാഹനമാണ് ഇന്ന് വായുവിലൂടെ സഞ്ചരിക്കുന്ന വിമാനം എന്നത്. നാം മനസ്സിലാക്കണം. സത്യത്തിൽ ഈ വിമാനം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയും, ഇന്ന് പരീക്ഷകളിലാണെങ്കിൽ ചോദിക്കുമ്പോൾ നാം എഴുതുന്നത് എന്താണ്? റൈറ്റ് സഹോദരന്മാരാണെന്ന് പറയും. ഈ വിമാനം എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരങ്ങളല്ല. പിന്നെ ആരാണ് വിമാനം ആദ്യമായി കണ്ടുപിടിച്ചതെന്നറിയുമോ? നാം മനസ്സിലാക്കണം. അത് ബാഗ്ദാദിലെ എയർപോർട്ടിൽ ഇന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ആരാണെന്നറിയുമോ? അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ആദ്യമായിട്ട് ഈ ഭൂലോകത്തേക്ക് പറക്കണമെന്ന ചിന്ത ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. ആരാണ് അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന് നാം മനസ്സിലാക്കണം. അതായത് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, 9-ാം നൂറ്റാണ്ടിലെ എഞ്ചിനീയർ ആയിരുന്ന അബ്ബാസ് ഇബ്നു ഫിർനാസ് സിൽക്ക് മരം, തൂവലുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു ജോഡി ചിറകുകളുടെ സഹായത്തോടെയാണ് ആദ്യമായി ഈ ലോകത്ത് അദ്ദേഹം പറന്നത്. അതുപോലെ തന്നെ വായുവിനേക്കാൾ ഭാരം കൂടിയ യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി പറന്നത് അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്നയാളാണ്. ഏകദേശം 10 മീറ്ററോളം വിമാനത്തിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് റൈറ്റ് സഹോദരന്മാര് മോട്ടോറൈസ്ഡ് വിമാനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് നാം മനസ്സിലാക്കണം. അദ്ദേഹം ഇത് ചെയ്തത് അദ്ദേഹത്തിന്, അതായത് അബ്ബാസ് ഇബ്നു ഫിർനാസിന് പറക്കണമെന്ന ചിന്ത എങ്ങനെയാണ്, എവിടെ നിന്നാണ് ലഭിച്ചതെന്നറിയുമോ? അത് വിശുദ്ധമായ ഖുർആനിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ. ചുരുക്കം പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ ഒരു വസ്തു മാത്രമാണ് നമ്മൾ ഇന്ന് വിമാനമായി കണ്ടുപിടിച്ചത്. നാം മനസ്സിലാക്കണം. അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന് പറയുന്ന സഹോദരന് പറക്കണമെന്നുള്ളൊരു ചിന്ത വന്നത് എവിടുന്നാണ്? വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്താണ് അതിന് കാരണമെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കാരണം വിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. ഏതായത്താണെന്നറിയുമോ? ഇവിടെ നാം മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവലം യറൂ ഇലാ ത്വയ്രി ഫൗകഹും സാഫാത്തിൻ വയഖബിന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാനു ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ചോദിക്കുകയാണ് മനുഷ്യനോട്, അവലം യറൂ ഇല ത്വയ്രി, പക്ഷികളിലേക്ക് എന്തേ നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൗകഹും സാഫാത്തിൻ വയഖബിന, അവകൾ കൂട്ടമായി അണിനിരന്നുകൊണ്ട് പോകുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വായുവിലൂടെ അത് പറക്കുന്ന, അതിന്റെ ചിറകുകൾ വെച്ചുകൊണ്ട് പറക്കുന്ന, കൂട്ടമായി പറക്കുന്ന ആ പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മാ യുംസികുഹുന്ന, ഇവിടെ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്,
മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, അതിനെ പിടിച്ചു കെട്ടുന്നില്ലല്ലോ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് അതിനെ പിടിച്ചു കെട്ടുന്നില്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, തീർച്ചയായും അവൻ എല്ലാ വസ്തുവിനെ കുറിച്ചും കണ്ടറിയുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതാണ് പ്രിയപ്പെട്ടവരെ പറക്കണമെന്ന ചിന്ത അബ്ബാസ് ഇബ്നു ഫിർനാസിന് ലഭിക്കാനുള്ള കാരണം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ ഈ ഒരു വാസ്തവം, അത് അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന് പറയുന്ന സഹോദരന് ചിന്ത വന്നത്, പറക്കണം എന്നുള്ളൊരു ചിന്ത വന്നത് ഈ വിശുദ്ധമായ ഖുർആനിന്റെ ഈ ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ബാസ് ബിൻ ഫിർനാസ് ഈ വായുവിലൂടെ പറക്കുന്ന രീതി സംവിധാനങ്ങള് കണ്ടുപിടിച്ചത്, പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരാൾക്ക് ഒരു സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു വസ്തു ചെയ്യണമെങ്കിൽ, ഒരു വസ്തു കാണണമെങ്കിൽ, ഒരു വസ്തു ചെയ്യണമെങ്കിൽ, ഒരു വസ്തു കണ്ടുപിടിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് മിനിമം ഒരു ചിന്തയെങ്കിലും വരാതെ അത് എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ, അതിലേക്ക് മുന്നിട്ടിറങ്ങാനോ സാധിക്കുകയില്ലല്ലോ. ഇപ്പൊ വിമാനം എന്ന് പറയുന്നത് അതിന് പറക്കണമെന്നൊരു ചിന്ത വന്നത് കൊണ്ടാണ്, മനുഷ്യന്റെ ചിന്തയില് ബുദ്ധിയിൽ അത് വന്നത് കൊണ്ടാണ് പിന്നീട് പിൻകാലത്ത് അത് വിമാനമായി വന്നത്. അല്ലായിരുന്നെങ്കിൽ വരുമായിരുന്നില്ലല്ലോ. ഇത് എവിടെ നിന്നാണ് വന്നത്? വിശുദ്ധമായ ഖുർആനിന്റെ ഈ ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ആയത്തിലൂടെയാണ് അബ്ബാസ് ഇബ്നു ഫിർനാസിന് പറക്കണമെന്ന ചിന്ത വന്നത്. അങ്ങനെ അദ്ദേഹമാണ് ഈ ലോകത്ത് ആദ്യമായി പറഞ്ഞത്. പിന്നീടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന ആള് പറഞ്ഞത് വെച്ച് പഠനങ്ങൾ നടത്തി വിമാനങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് പിൻകാലത്ത് വിമാനമായി മനുഷ്യൻ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കം പറഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ അള്ളാഹു നമുക്ക് അധീനതപ്പെടുത്തി തന്നതുകൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും. ഇവിടെ നാം അള്ളാഹുവിന്റെ ഖുദ്റത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് ചോദിക്കട്ടെ, കാറ്റില്ലാതെ കപ്പലിന് സഞ്ചരിക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ വായുവില്ലാതെ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? എന്നാൽ ഈ കാറ്റും വായുവൊക്കെ നൽകുന്നവൻ ആരാണ്? നൽകിയവൻ ആരാണ്? ഇവകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വാഹനങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കഴിവും ബുദ്ധിയും അതിന്റെ സാമർഥ്യം അവൻ കാണിക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ വാഹനം എന്നത് ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ? അത് വഴിയാത്രയിലാകട്ടെ, മറ്റുള്ളവരെ ആക്രമിക്കുന്ന വിഷയത്തിലാകട്ടെ. ചില ആളുകളുണ്ട്, അവർ വാഹനങ്ങളൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് ഞാൻ കുറ്റം പറയുന്നില്ല. അത് കാരണം അവരുടെ അവകാശമാണ്. അവരുടെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, ആ സമ്പത്ത് വെച്ച് അവർ മോഡിഫിക്കേഷൻ ചെയ്യുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പിന്നെയോ വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സൈലൻസറുകളിലൊക്കെ ചില ആളുകൾ, ചെറുപ്പക്കാർ ഈ ചെവി പൊട്ടുന്ന രീതിയിലൊക്കെയുള്ള ശബ്ദങ്ങൾ വെക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കണം, നാം കാരണം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് വാഹനം എന്നത്. ഈ വാഹനം നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, വഴിയാത്രക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കൊണ്ട് മറ്റുള്ളവർക്ക്, മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയും നാം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? അതിലൂടെ എങ്ങാനും നിന്നെ അവർ ശപിച്ചാൽ
ആ ശാപം ഫലിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഴിയാത്രക്കാർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആർക്കെങ്കിലും ചെയ്താൽ അതിലൂടെ കിട്ടുന്ന ശാപവാക്കുകളുണ്ടല്ലോ. ചില ആളുകളൊക്കെ വലിയ സ്പീഡിൽ അങ്ങോട്ട് പോയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. വഴി തടഞ്ഞു വെക്കുന്ന ആളുകളുണ്ട് വാഹനം വെച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വഴിയാത്രകൾ നിങ്ങൾ തടഞ്ഞു വെച്ചാൽ അതിലൂടെ ലഭിക്കുന്ന ശാപവാക്കുകൾ അത് ഫലിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേട്ടോളിൻ ഒരു ഹദീസ്. അൻ ഹുദൈഫത്ത് ഇബ്നു ഉസൈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൻ ആദൽ മുസ്ലിമീൻ, ഏതൊരുവനാണോ മുസ്ലിമീങ്ങളെ ഫീ തുറുകിഹിം വജബത് അലൈഹി, അവരുടെ വഴികളുടെ വിഷയത്തിൽ ഉപദ്രവിക്കുന്നവരെ ലഅനതുഹും, അവരുടെ ശാപം ഫലിക്കുന്നതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെയും നിങ്ങൾ ശാപവാർത്തമാനം നിങ്ങൾ പറയരുതേ, ആരെയും നിങ്ങൾ ശപിക്കരുതേ, ശാപപ്രാർത്ഥന നിങ്ങൾ നടത്തരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, മനസ്സിന് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപമുണ്ടല്ലോ അതാകാശ ലോകത്തേക്ക് പോകുന്നതാണ്. എന്നിട്ടുണ്ടല്ലോ അത് നിനക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് അവനിലേക്ക് പോകുക തന്നെ ചെയ്യും. അർഹതപ്പെട്ടതല്ലെങ്കിൽ ഈ ശാപ പ്രാർത്ഥന നടത്തിയവനിലേക്ക് തന്നെ അത് വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ശാപത്തിന് അവൻ അർഹനാണെങ്കിൽ എന്താണ്, ആ ശാപ പ്രാർത്ഥന ഫലിക്കും. അതുകൊണ്ട് ആരുടെയും ശാപം നാം വലിച്ചു വെക്കരുത് ജീവിതത്തിൽ. അത് നമ്മുടെ ചെറിയ നിസാര വിഷയത്തിലാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരാണ്. വഴിയാത്രക്കാർക്ക്, പാവപ്പെട്ട വാഹനങ്ങളൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ വഴിയിലൂടെ നടക്കുന്നവരാണ്. വഴിയെന്ന് പറയുന്നത് പൊതു സ്വത്താണ്. അപ്പോൾ അതിലൂടെ എല്ലാവർക്കും അതിൽ അവകാശമുണ്ട്. അതിലൂടെയൊക്കെ അവർ നടക്കുമ്പോൾ നമ്മുടെ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ വഴിയാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. അത് വാഹനങ്ങൾ കൊണ്ടാണെങ്കിലും, അതുപോലെ തന്നെ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും, വേസ്റ്റുകൾ കൊണ്ടിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളുകളാണെങ്കിലും മനസ്സിലാക്കിക്കോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വഴിയോരത്ത്, വഴികളിൽ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വേസ്റ്റുകൾ കൊണ്ടിട്ട് അവിടെയൊന്നും പിന്നീട് ഇരിക്കാൻ പറ്റാത്ത ദുർഗന്ധമായി കഴിയുമ്പോൾ മനസ്സുകൊണ്ടൊരു ശാപപ്രാർത്ഥന നടത്തിയാൽ അത് ഫലിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, റോഡ് നിയമങ്ങളൊക്കെ പരിപൂർണമായി നാം അനുസരിച്ചുകൊണ്ട് വേണം വാഹനമൊക്കെ ഓടിക്കുവാനും. റോഡ് നിയമങ്ങളിൽ നമുക്ക് കുറേ കടമകളുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വഴിയിൽ ഒരു തടസ്സം കിടന്നാൽ അതൊരു കല്ലാണെങ്കിൽ പോലും അത് എടുത്തു മാറ്റിക്കളയിൽ ഒരു സദക്കയുടെ കൂലിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ജീവിത സൗഭാഗ്യത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് വാഹനമെന്നത്. അതുകൊണ്ട് അതിൽ ഒരിക്കലും നാം ഹറാമിന്റെ സമ്പത്ത് കൊണ്ട് കൂട്ടി കുഴയ്ക്കരുത് പ്രിയപ്പെട്ടവരെ.
നാം മനസ്സിലാക്കണം. നീ ഇപ്പോൾ ഒരു ഹറാമിന്റെ രീതിയിൽ പലിശയുമായി ബന്ധപ്പെട്ട് CC ഒക്കെ ഇട്ടൊരു വാഹനം എടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? കേട്ടോ, അതിൽ ഒന്നാമത്തെ കാര്യം, നിനക്ക് ബറക്കത്ത് അതിൽ ഉണ്ടാവുകയില്ല. ബറക്കത്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എത്രയൊക്കെ ആ വാഹനം കൊണ്ട് നിനക്ക് നല്ലൊരു ഉപകാരം നിനക്കുണ്ടാവുകയില്ല. എപ്പോഴും പണിയും കാര്യങ്ങളും. ചില ആളുകളൊക്കെ പറയും, ഉസ്താദെ ഒരു വാഹനം എടുത്തു, ആ വാഹനം എടുത്തപ്പോ മുതൽ കഷ്ടകാലമാണ്. എന്തുകൊണ്ടാണ് ഈ കഷ്ടകാലം വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹറാമിന്റെ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും കൂട്ടിക്കൊഴിച്ചെടുത്തുകൊണ്ടായിരിക്കും. അവിടെ അള്ളാഹുവിന്റെ സഹായങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ. അതിൽ ബറക്കത്തിന് വേണ്ടി, ആ വാഹനത്തിന് വേണ്ടി ദുആ ചെയ്ത ബറക്കത്തുണ്ടാകുമോ? ബറക്കത്തില്ല എന്നല്ലേ പറഞ്ഞ. ഹറാമിന്റെ സമ്പത്ത് വെച്ചൊരു വാഹനം എടുത്തു കഴിഞ്ഞാല് CC ഇട്ട് പലിശയുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹം, ബറക്കത്ത് ആ വാഹനത്തിൽ ഉണ്ടാകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ടെങ്ങാണമാണ് നീ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഹറാമ് ഇരുന്നുകൊണ്ടല്ലേ നീ മരണപ്പെട്ടു പോകുന്നത്. ഹറാമിന്റെ വാഹനം ഓടിക്കുമ്പോൾ ആ ഓടിക്കുന്ന സമയത്തെല്ലാം നിന്റെ തിന്മകൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ മലക്കുകളെ. ആഖിറത്തിൽ ചെല്ലുമ്പോൾ മീസാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന മീസാൻ ത്രാസിന്റെ അടുത്തെത്തുമ്പോൾ നിന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ പിന്നെയും തൂക്കം കൂടുന്ന തിന്മയ്ക്കല്ലേ പ്രിയപ്പെട്ടവരെ? ചിന്തിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരു ഹറാമിന്റെ വാഹനത്തിൽ ഇരുന്ന് മരിച്ചാലുള്ള അവസ്ഥ, ഒരു ഹറാമിന്റെ സമ്പത്തിലൂടെ എടുത്ത വാഹനം, ആ വാഹനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് മരണപ്പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ആ വാഹനം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം എന്റെ പ്രിയപ്പെട്ടവരെ നാം വാഹനങ്ങൾ ഓടിക്കണം. കാരണം നിമിഷ നേരങ്ങൾ കൊണ്ട്, ഒരു അശ്രദ്ധ കൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഈ അശ്രദ്ധ മൂലം അതെല്ലാം മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവിടുന്ന് സംരക്ഷിക്കുന്നു. അത് ഹറാമിന്റെ സമ്പത്തിലൂടെ എടുത്ത വാഹനമാണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമോ? നാം ഒന്ന് ചിന്തിക്കണം. നമ്മയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് സംരക്ഷിക്കുന്നത് ഒരു ഹഫളത്തിന്റെ മാലാഖമാർ, ഒരു വിഭാഗം ആളുകളുണ്ട്. നമ്മൾ അപകടങ്ങളിൽ പെടുമ്പോഴൊക്കെ നമ്മെ സംരക്ഷിക്കാനായിട്ട് ഒരു വിഭാഗം മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മലക്കുകളൊക്കെ ഒരു ഹറാമായ സമ്പാദ്യം കൊണ്ട്, പലിശയുമായി ബന്ധപ്പെട്ട ഒരു സമ്പാദ്യം കൊണ്ട് നിങ്ങൾ എടുക്കുന്ന വാഹനം, ആ വാഹനത്തില് ഒക്കെ എങ്ങനെയാണ് ആ ഹഫളത്തിന്റെ മാലാഖമാരുടെ സംരക്ഷണം ഉണ്ടാകുന്നത്? നഊദു ബില്ലാഹ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ, പരിപൂർണമായി ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, വാഹനം എന്നത് ജീവിത സൗഭാഗ്യത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ്.